സ്വർഗ്ഗലോകത്തിന്റെ സിംഹാസനത്തിൽ വാഴുന്ന ദേവരാജനായ ഇന്ദ്രൻ ഐരാവതപ്പുറത്തേറി വജ്രായുധവും കയ്യിലേന്തി നിൽക്കുന്ന ഇന്ദ്രന്റെ രൂപം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പുരാണങ്ങളിലെ മിക്ക കഥകളും തുടങ്ങുന്നത് തന്നെ ഇന്ദ്രന്റെ സ്വർഗ്ഗസഭയിൽ നിന്നാണ്. ലോകത്തിലെ ഏറ്റവും പഴയ ഗ്രന്ഥമായ ഋഗ്വേദത്തിൽ 250ഓളം സൂക്തങ്ങൾ ഇന്ദ്രന്റെ വീര്യത്തെ പുകഴ്ത്താൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇടിമിന്നലിന്റെയും മഴയുടെയും അധിപനെന്ന നിലയിൽ പുരാതന മനുഷ്യർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദേവനായിരുന്നു ഇന്ദ്രൻ. പക്ഷേ ഇന്ന് നമ്മുടെ ചുറ്റും നോക്കൂ, ശിവനും വിഷ്ണുവിനും ദേവിക്കും ഗണപതിക്കും ഹനുമാനുമൊക്കെയായി നിരവധി ക്ഷേത്രങ്ങളുള്ള ഈ ഭാരതത്തിൽ ദേവരാജനായ ഇന്ദ്രദേവന് മാത്രമായി സമർപ്പിക്കപ്പെട്ട ഒരു പ്രധാന ക്ഷേത്രം പോലുമില്ല. സ്വർഗ്ഗത്തിന്റെ രാജാവിന് ഭൂമിയിൽ ഒരിടം പോലുമില്ലാത്തത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് നാം ത്രിമൂർത്തികളെയും മറ്റു ദേവീദേവന്മാരെയും ആരാധിക്കുന്നതുപോലെ ഇന്ദ്രനെ ആരാധിക്കാത്തത്? ഇതിനു പിന്നിലെ നിഗൂഢമായ കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആകാംക്ഷയുടെയും ഭക്തിയുടെയും ഒരു ദിവ്യയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. വേദകാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആരാധനാമൂർത്തി ഇന്ദ്രനായിരുന്നു. പ്രകൃതിശക്തികളെ ഭയപ്പെട്ടിരുന്ന മനുഷ്യർ മഴയ്ക്കും കൃഷിക്കും വേണ്ടി ഇന്ദ്രനെ സ്തുതിച്ചു. മഴ പെയ്യിക്കുന്നവനും ശത്രുക്കളെ തോൽപ്പിക്കുന്നവനുമായ ഇന്ദ്രനെ അവർ സർവശക്തനായി കണ്ടു. എന്നാൽ ഉപനിഷത്തുകളുടെയും പുരാണങ്ങളുടെയും കാലം വന്നതോടെ ചിന്താഗതികൾ മാറി. ആരാധന എന്നത് ലൗകികമായ ആവശ്യങ്ങളിൽ നിന്നും മോക്ഷമെന്ന വലിയ ലക്ഷ്യത്തിലേക്ക് തിരിഞ്ഞു. ഇവിടെയാണ് ഇന്ദ്രന് തന്റെ സ്ഥാനം നഷ്ടപ്പെടുന്നത്. ഇന്ദ്രൻ എന്നത് ഒരു വ്യക്തിയല്ല, മറിച്ച് അതൊരു പദവിയാണ് എന്ന് പുരാണങ്ങൾ പഠിപ്പിച്ചു. 100 അശ്വമേധയാഗങ്ങൾ പൂർത്തിയാക്കുന്ന ഏതൊരു പുണ്യശ്ലോകനും ഇന്ദ്രനാകാം. അതായത് ഇന്ന് സ്വർഗ്ഗത്തിലിരിക്കുന്ന ഇന്ദ്രൻ നാളെ മാറാം. സ്ഥിരമല്ലാത്ത, മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയെ ആരാധിക്കുന്നതിനേക്കാൾ ഭേദം മാറ്റമില്ലാത്ത പരബ്രഹ്മമായ ശിവനെയോ വിഷ്ണുവിനെയോ ആരാധിക്കുന്നതാണെന്ന് ഭക്തർ കരുതി. ഈ മാറ്റം ഇന്ദ്രന്റെ ദൈവീക പരിവേഷം കുറയ്ക്കുകയും ഭക്തർക്കിടയിൽ ഇന്ദ്രനോടുള്ള ആകർഷണം കുറയ്ക്കുകയും ചെയ്തു. എന്നാൽ ഇന്ദ്രാരാധന അവസാനിക്കാൻ കാരണമായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഭാഗവതത്തിൽ വിവരിക്കുന്നത് ഇപ്രകാരമാണ്. ഭാഗവതത്തിലെ ഗോവർദ്ധന പൂജയുടെ കഥ കേവലമൊരു അത്ഭുത കഥയല്ല, അതൊരു വലിയ സാമൂഹിക മാറ്റമായിരുന്നു. പണ്ട് ഗോകുലത്തിലെ ജനങ്ങൾ വർഷാവർഷം ഇന്ദ്രനു വേണ്ടി വലിയ യാഗങ്ങൾ നടത്തിയിരുന്നു. ഇതിനെയാണ് ബാലനായ കൃഷ്ണൻ എതിർത്തത്. മഴ നൽകുന്നത് പ്രകൃതിയുടെ നിയമമാണെന്നും അതിൽ ഇന്ദ്രന് പ്രത്യേക അധികാരമൊന്നുമില്ലെന്നും കൃഷ്ണൻ അവരോട് പറഞ്ഞു. തനിക്ക് കിട്ടേണ്ട പൂജ മുടങ്ങിയപ്പോൾ അഹങ്കാരിയായ ഇന്ദ്രൻ ഗോകുലത്തെ പ്രളയത്തിൽ മുക്കാൻ തീരുമാനിച്ചു. 7 ദിവസം നിർത്താതെ മഴ പെയ്ച്ചു. എന്നാൽ കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം തന്റെ ചെറുവിരലിൽ ഉയർത്തിപ്പിടിച്ച് ഇന്ദ്രന്റെ അഹങ്കാരത്തെ തകർത്തു. തന്റെ ശക്തി കൃഷ്ണനു മുന്നിൽ ഒന്നുമല്ലെന്ന് തിരിച്ചറിഞ്ഞ ഇന്ദ്രൻ ഒടുവിൽ മാപ്പിരുന്നു. ഈ സംഭവത്തിന് ശേഷം മഴയ്ക്കും വെളിച്ചത്തിനും വേണ്ടി ഇന്ദ്രനെ ഭയന്ന് പൂജിക്കേണ്ടതില്ലെന്നും ഭഗവാനിലുള്ള ഭക്തിയാണ് വലുതെന്നും ലോകം തിരിച്ചറിഞ്ഞു. അതോടെയാണ് ഭാരതത്തിൽ ഇന്ദ്രാരാധനയ്ക്ക് പകരം ഭക്തിപ്രസ്ഥാനവും ആരാധനയും ശക്തമായത്. പുരാണങ്ങളിൽ ഇന്ദ്രൻ എപ്പോഴും ചിത്രീകരിക്കപ്പെടുന്നത് ഇന്ദ്രിയ സുഖങ്ങൾക്ക് പിന്നാലെ പോകുന്നവനായും തന്റെ പദവി നഷ്ടപ്പെടുമെന്ന് പേടിക്കുന്നവനായുമാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗൗതമ മഹർഷിയുടെ ശാപമാണ്. ഗൗതമ മഹർഷിയുടെ വേഷം ധരിച്ച് അഹല്യയെ വഞ്ചിച്ച ഇന്ദ്രനെ മഹർഷി ശപിച്ചു. ഈ കഥ ഇന്ദ്രന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചു. ഒരു ദേവൻ എങ്ങനെയായിരിക്കണം എന്നതിന് വിരുദ്ധമായ പ്രവൃത്തികളാണ് ഇന്ദ്രനിൽ നിന്ന് പലപ്പോഴും ഉണ്ടായത്. വിശ്വരൂപനെ കൊന്നതിലൂടെ ഇന്ദ്രന് ബ്രഹ്മഹത്യാ പാപം ലഭിച്ചു. ഇതുകൂടാതെ തന്റെ സിംഹാസനം ആരെങ്കിലും തട്ടിയെടുക്കുമോ എന്ന പേടി കാരണം തപസ് ചെയ്യുന്ന മഹർഷിമാരെ തടസ്സപ്പെടുത്താൻ അപ്സരസുകളെ അയക്കുന്ന ഇന്ദ്രനെയാണ് നമ്മൾ പുരാണങ്ങളിൽ കാണുന്നത്. ആരാധിക്കപ്പെടാൻ യോഗ്യമായ ഒരു ഉത്തമ വ്യക്തിത്വം ഇന്ദ്രനില്ലാതെ പോയി. ലൗകിക സുഖങ്ങളിൽ മുഴുകുന്ന ഒരാളെ ആരാധിച്ചാൽ മോക്ഷം ലഭിക്കില്ലെന്ന് ഭക്തർ ഉറച്ചു വിശ്വസിച്ചു. ഇതും ഇന്ദ്രനെ ക്ഷേത്രങ്ങളിൽ നിന്നും പൂജാമുറികളിൽ നിന്നും അകറ്റി നിർത്തി. ആദ്യകാലങ്ങളിൽ മനുഷ്യർ ഇന്ദ്രനെ ആരാധിച്ചിരുന്നത് ഭയം കൊണ്ടായിരുന്നു, ഇടിമിന്നലിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ. എന്നാൽ ഉപനിഷത്തുകളുടെയും പുരാണങ്ങളുടെയും കാലമായപ്പോഴേക്കും ആരാധന എന്നത് ഭയത്തിൽ നിന്നും സ്നേഹത്തിലേക്കും ആത്മീയതയിലേക്കും മാറി. മുക്തി നൽകാൻ ഇന്ദ്രന് കഴിയില്ലെന്നും അതിന് ശിവനോ വിഷ്ണുവോ തന്നെ വേണമെന്നുമുള്ള തിരിച്ചറിവ് ഇന്ദ്രനെ വെറുമൊരു സ്വർഗ്ഗപാലകൻ മാത്രമാക്കി മാറ്റി. ഇന്ദ്രൻ സ്വർഗ്ഗത്തിലെ സുഖഭോഗങ്ങളിൽ മുഴുകുന്നവനായാണ് പുരാണങ്ങളിൽ ചിത്രീകരിക്കപ്പെടുന്നത്. ഇത് മോക്ഷമാഗ്രഹിക്കുന്ന ഭക്തരെ ഇന്ദ്രനിൽ നിന്നകറ്റി. ഇന്ദ്രന് ക്ഷേത്രങ്ങളില്ല എന്നത് സത്യമാണ്. പക്ഷേ ഇന്ദ്രൻ പൂർണ്ണമായും വിസ്മരിക്കപ്പെട്ടോ? ഇല്ല. ഇന്നും നമ്മുടെ ഹൈന്ദവ ആചാരങ്ങളിൽ ഇന്ദ്രന് സ്ഥാനമുണ്ട്. വാസ്തുശാസ്ത്രപ്രകാരം
വീടിന്റെ കിഴക്ക് ഭാഗം ഇന്ദ്രന്റേതാണ്. ചില വലിയ ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളിൽ ഇന്ദ്രന്റെ വാഹനമായ ഐരാവതത്തെ എഴുന്നള്ളിക്കാറുണ്ട്. തമിഴ്നാട്ടിൽ ഭോഗി എന്ന പേരിൽ ഇന്ദ്രനെ ഇന്നും ആരാധിക്കുന്നുണ്ട്. എങ്കിലും ഇന്ദ്രന്റെ കഥ നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. അധികാരം, പദവി, അഹങ്കാരം എന്നിവ എത്ര വലുതായാലും ധർമ്മത്തിൽ നിന്നും സ്വഭാവശുദ്ധിയിൽ നിന്നും അകന്നാൽ അവർ ആരാധിക്കപ്പെടില്ല. സ്വർഗത്തിന്റെ രാജാവായാലും ഭൂമിയിൽ അവർക്ക് ഒരിടം പോലും ലഭിക്കില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ അറിവ് പകരുന്നതാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ആശ്വാസവും ഭഗവാന്റെ അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹൃദയത്തിൽ ഭക്തി നിലനിർത്തുക, ദൈവത്തിന്റെ അനുഗ്രഹം അനുഭവിക്കുക.